KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ ശമ്പളം 1-ാം തീയതി നൽകും. മന്ത്രി കെ ബി ഗണേഷ് കുമാർ. KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ ശമ്പളം 1-ാം തീയതി നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഈ മാസത്തെ ശമ്പളം ഇന്ന് ലഭിക്കും. മുഖ്യമന്ത്രി 625 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചു. ഈ സഹായം നിലനിർത്തിക്കൊണ്ട് അടുത്ത മാസം മുതൽ 1-ാം തീയതി ശമ്പളം നൽകും. എല്ലാ മാസവും 50 കോടി ധനസഹായം സംസ്ഥാനം നൽകും. SBIയുമായി ചേർന്ന് 100 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകുന്നത്. KSRTC എല്ലാ അക്കൗണ്ടും SBIയിലേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. 2023 മെയ് മാസം വരെയുള്ള റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകി. വരുമാനത്തിന്റെ 5% എല്ലാ ദിവസവും വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാറ്റിവെക്കും. PF ആനുകൂല്യങ്ങളും മെയ് വരെ നൽകി. 91.44 കോടി രൂപ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകാൻ അനുവദിച്ചു. 262.94 കോടി രൂപ ജീവനക്കാരുടെ PF ഉൾപ്പെടെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ ഉപയോഗിച്ചു. മുഖ്യമന്ത്രി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞു. KSRTCക്ക് 148 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇവയെല്ലാം ക്ലോസ് ചെയ്തു. ഇനി 31 അക്കൗണ്ട് ബാക്കിയുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് 10.8% പലിശ. മെഡിക്കൽ ബോർഡ് അംഗീകരിക്കാത്ത ഒരാൾക്കും ലൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകില്ല. കടം വാങ്ങിയാണ് ശമ്പളം നൽകുന്നത്. ജീവനക്കാർ അത് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നാളെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് വരരുത്. 6 ബസ് സ്റ്റേഷനുകൾ മുനിസിപ്പാലിറ്റി നമ്പർ കിട്ടാതെ കിടപ്പുണ്ട്. KSRTC പരാതികൾ അറിയിക്കാൻ 149 എന്ന നമ്പർ ഉടൻ വരും. ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന ബസ്സുകളും പുതിയതായി വാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു.